ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ഞാൻ സാധാരണ നിങ്ങളോട് പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് ലേശം അങ്ങ് കിടക്കും. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കാൻ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് എന്തെങ്കിലും ആക്കും. പിന്നെ അല്ലെങ്കിൽ തലേന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ രാവിലെ ചൂടാക്കിയിട്ട് കഴിക്കും. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അധികം ബ്രെഡ് മുട്ട അങ്ങനെ കഴിച്ചിട്ട് പിന്നെ വേഗം തന്നെ ചോറുണ്ടാക്കലാണ്. പിന്നെ സാധാരണ വെള്ളിയാഴ്ച ലീവാന്നല്ല, അതുകൊണ്ട് പിന്നെ എന്തായാലും മക്കളെല്ലാം എണീച്ച് ലേറ്റാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് 12 മണിയാവും ഭക്ഷണം കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ചോറിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് 4 മണി. അപ്പോൾ അങ്ങനെല്ലാം ആകുന്നതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ചോറുണ്ടാക്കുന്നത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ലേറ്റായിട്ടേ കഴിക്കും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ ചോറിൻ്റെ പണിയിലേക്ക് കിടന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫിനെ കൊണ്ട് ഇറച്ചിച്ചോറാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ബീഫ് പൊരിച്ചതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് പൊരിച്ചതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, അതുപോലെ കൂടുതൽ ഇതിൽ കാണിക്കുന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ 2 റെസിപ്പികൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ഡോണറ്റിൻ്റെയും പിന്നെ പ്ലം കേക്കിൻ്റെയും. അപ്പോൾ അത് ഉണ്ടാക്കണം. അത് ഞാൻ ചോറിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ചോറെല്ലാം ഉണ്ടാക്കി കഴിച്ച് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ 2ൻ്റെ പണിയിലേക്ക് കടന്നത്. ഈ ഒരു ഡോണറ്റിൻ്റെയും പിന്നെ പ്ലം കേക്കിൻ്റെയും. പിന്നെ അതുപോലെ തന്നെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരോട് അത് കണ്ടു നോക്കിയിട്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഡോണറ്റിൻ്റെ റെസിപ്പി അതിൽ കാണിക്കുന്നത് കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടിന്, അതുകൊണ്ട് ഞാൻ എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിൻ്റെ ഡെക്കറേറ്റും കാര്യങ്ങളൊന്നും എനിക്കത്ര അറിയുന്നില്ല, പക്ഷേങ്കിൽ എനിക്ക് അറിയുന്ന പോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് സ്പ്രിങ്കിൾസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടൻ്റെ വെള്ളയും പിന്നെ കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂണോളം മതി. എന്നിട്ട് സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ടെങ്ങാനോ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എഗ് ബീറ്റർ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര നല്ലോണം അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് കളറ് ഇറ്റിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇറ്റിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള കളർ വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കുന്നതാണ്. നിങ്ങളുടെ അടുത്ത് ഏത് കളറാണ് ഉള്ളത് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സ്പ്രിങ്കിൾസിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരുടെ കയ്യിലും ഉണ്ടാകണമെന്നില്ലല്ലേ സ്പ്രിങ്കിൾസ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ആ ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരുന്നതാണ്. എന്നിട്ട് ഇതൊരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ബട്ടർ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാൻ കാണിച്ചിരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനേക്കാളും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ലൈനിൽ പിന്നെ ചെറിയൊരു ഡോട്ടാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. സ്പ്രിങ്കിൾസെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. പല കളറിലും ആക്കിയിട്ട് ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി ഇതൊന്ന് ഡ്രൈ ആട്ടെ. അപ്പോൾ നമുക്ക് ഡോണറ്റിനുള്ള മാവ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണ് സിനമൺ പൗഡർ, അതായത് നമ്മളെ പട്ട പൊടിച്ചത്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര. 3 വേണമെന്നില്ല, 2 ആയാലും മതി. പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ട, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ, പിന്നെ 1/2 കപ്പ് പാൽ. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് കുഴച്ച് വെക്കാം നമുക്ക്. എന്നിട്ട് ഇത് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, മക്കൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും ഈ ഒരു ഡോണറ്റ്. അപ്പോൾ ഞാൻ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മാവിലേക്കൊന്ന്
സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്ത് വെക്കാം നമുക്ക്. ഇനി നമുക്ക് പ്ലം കേക്കിൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് 2 ദിവസം മുമ്പ് ഓറഞ്ച് നീരിൽ കുതിർത്ത് വെച്ചതാണ്, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ച് വെക്കാം. അപ്പോൾ അതിൻ്റെ നീര് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് വയ്യ കേക്കിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കാറ്റിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം, ഒരു 1/4 കപ്പ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പഞ്ചസാരൻ്റെ കളറെല്ലാം മാറിയിട്ട് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, കൈക്ക് തെറിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഉടനെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഇത് ഉരുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്നങ്ങ് ഉരുകിക്കോളും, പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ബട്ടറും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഒരു കുക്കറാണ് അടുപ്പിലേക്ക് വെച്ചെടുത്തത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ റിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കറൊന്ന് മൂടിയതിന് ശേഷം ഇതിന് വിസിലിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് മൂടിയതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നല്ലോണം ചൂടാക്കാൻ വേണ്ടി വെക്കണം കുക്കർ. ഇനി അടുത്തതായിട്ട് നമ്മൾ കേക്ക് ബാറ്ററി ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിലൊന്ന് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഇതുപോലെ 4ആക്കിയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ കോണ് മിഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലേശം ബട്ടർ തേച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പൊടി എല്ലാ സൈഡിനും ഒന്ന് ആയി കൊടുക്കാം. അപ്പോൾ ഇതിൽ കേക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. എല്ലായിടത്തും ഇതുപോലെ പൊടിയൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് സൈഡിന് ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ബട്ടർ തേച്ചുകൊണ്ട് എന്തായാലും ഒട്ടി നിന്നോളൂ അവിടെ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ റൗണ്ട് അതും ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുന്ന ടിന്നും റെഡിയായി. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണ് ജാതിക്ക പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചത്, 1/2 ടീസ്പൂണ് അയമോദകം പൊടിച്ചതാണ് കേക്ക് ജീരകം എന്ന് ഇതിന് പറയാൻ. പിന്നെ 1/2 ടീസ്പൂണ് ചുക്കുപൊടി, 1/2 ടീസ്പൂണ് സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പൊടിയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ മുട്ട നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ടെങ്ങാനോ ഇതുപോലെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കൂടുതൽ നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മളെ മൈദ മിക്സ് ഉണ്ടല്ലോ നമ്മൾ അരിച്ച് വെച്ച അത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം മൈദ ഇട്ട് കൊടുക്കുക, പകുതി മൈദ. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട് മിക്സ് അതും ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ശക്തിയായിട്ടൊന്നും അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലും നല്ലത് ഈ വിസ്കിനെ കാട്ടി നല്ലത് സ്പാച്ചിലായിരിക്കും. സ്പാച്ചിലാകുമ്പോൾ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെച്ച ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ഓറഞ്ച് ജ്യൂസ്, അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഇല്ല, നമ്മൾ ഡ്രൈ ഫ്രൂട്ട് കുതിർത്ത് വെച്ച ആ ഓറഞ്ച് ജ്യൂസ് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കാം.
ഞാനിതിൽ 1 ടേബിൾ സ്പൂണേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ലേശം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കേക്ക് ബാറ്റർ ഈ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക, കേക്ക് ടിന്നിലേക്ക്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ ഒരു 55 മിനിറ്റ് മതി ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കേക്കും കൂടി അടുപ്പത്താക്കിയതിന് ശേഷം കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് എടുക്കാനുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് കയറ്റി വെച്ച് പാത്രമെല്ലാം കയറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ കൗണ്ടർ ടോപ്പും സിങ്കെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി. അത് നമുക്ക് ഈ ഡോണറ്റിൻ്റെ പണിയിലേക്ക് എടുക്കാം. കേക്ക് അവിടെ നിന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡോണറ്റിൻ്റെ മാവ് പരത്തിയെടുക്കാം. മാവിയുടെ പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഡോണറ്റിന് നമ്മൾ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് അങ്ങനെ തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയോട് കൂടിയിട്ട് പരത്തിയെടുക്കാൻ നോക്കാം. പരത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എങ്ങാനും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോസിലാണ് എടുത്തത്, നോസിനെ കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഡോണറ്റ് ഉണ്ടല്ലോ, അത് ഒരു ബട്ടർ പേപ്പറിലെങ്ങാനും വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ ട്രേലെങ്ങാനും വെച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വിട്ടിട്ട് വെച്ചെടുക്കണേ, അല്ലെങ്കിൽ പിന്നെ മാവ് പിന്നെ പൊങ്ങി വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കും. അവിടെ കുറച്ചൊന്ന് വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലായിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മളെ കേക്ക് റെഡി ആയെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ കേക്ക് വെച്ചിട്ട് ഒരു 55 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. 55 മിനിറ്റ് കൂടിയാൽ 1 മണിക്കൂർ, കുറഞ്ഞാൽ ഒരു 55 മിനിറ്റ്, അത്രയേ വേണ്ടൂ ഈ കേക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കേക്ക് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്പ്രിങ്കിൾസ് ഇല്ലേ, അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു അരിപ്പയിലിട്ടിട്ട് അരിച്ചതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളറിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ ഒഴിച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഡോണറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ഡോണറ്റ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം നല്ല ഇതിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഡോണറ്റ്. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ആ ഒരു നല്ലൊരു കളറിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഡോണറ്റ് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെക്കറേറ്റെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഏതെങ്കിലും നല്ല ചോക്ലേറ്റ് ക്രീമോ ന്യൂട്ടല്ലയോ എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ മക്കൾക്ക് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു രീതിയിലല്ലാന്ന്, ന്യൂട്ടല്ല പിന്നെ എന്തെങ്കിലും ക്രീം വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കും. അപ്പോൾ ഇത് നമ്മളെ കേക്ക് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ കളറും അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കേക്കും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പാടെ തന്നെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒരാഴ്ചയെങ്കിലും നല്ല അടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ചൂടോട് കൂടിയിട്ട് അടപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെക്കാനും പാടില്ല. അന്നേരം പിന്നെ പെട്ടെന്ന് പൂപ്പലൊട്ടിയിട്ട് പിന്നെ കേക്കിൻ്റെ ഇത് നഷ്ടപ്പെടും. അതുകൊണ്ട് പിന്നെ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഒരു അടപ്പുള്ള പാത്രത്തിൽ വെക്കാം. എന്നിട്ട് ഒരു കൂടിയാൽ ഒരാഴ്ച, കുറഞ്ഞത് ഒരു 5 ദിവസമെങ്കിലും അങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സാധാരണ പിറ്റേന്ന് അങ്ങനെ കട്ട് ചെയ്യലില്ല. ഞാൻ ഇതുപോലെ തന്നെ ഒരാഴ്ചയെങ്കിലും വെക്കും നല്ല അടപ്പുള്ള പാത്രത്തിൽ, അതിന് ശേഷം ഞാൻ കട്ട് ചെയ്യലുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ഒരു പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാണുന്ന ഒരു മൊഞ്ച് മാത്രമല്ല, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഡോണറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ മക്കൾക്ക് നല്ലോണം ഇഷ്ടമായി. മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് ഈ ഒരു ഡോണറ്റ്. പിന്നെ ഡെക്കറേറ്റും കാര്യങ്ങളും അവർ ഇങ്ങനെ പറയും, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അവരെ ഇഷ്ടത്തിനാണ് ഞാൻ സാധാരണ ചെയ്ത് കൊടുക്കൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കേക്കും പിന്നെ ഡോണറ്റും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.